നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സംഭവിച്ചതൊക്കെ മാറ്റിവെച്ച് ഇവളുടെ ഈ കഴുത്തിൽ നിന്ന് താലി ഊരി മാറ്റിയേ പറ്റൂ. അങ്ങനൊരു പരീക്ഷണത്തിന് ഇനി തയ്യാറാവണോ? എനിക്ക് പേടിയില്ല. ഞാൻ ഇപ്പൊ ഇവളുടെ കഴുത്തിൽ നിന്ന് താലി ഊരി വാങ്ങിക്കാം. നാണമില്ലേ അച്ഛനും മോനും? എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഏട്ടൻ പറയുന്ന തീരുമാനങ്ങൾക്ക് തലയാട്ടാനായിരുന്നെങ്കിൽ ഇത്രയും നാളും എന്തിനാ ഓരോന്ന് പ്ലാൻ ചെയ്ത് നടന്നത്? ജയിക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കാണും. അപ്പൊ പിന്നെ അടിമയാവുന്നത് തന്നെയാ നല്ലത്. അടിമയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞ്? ഉടമയാവാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. ഏട്ടൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കും ഗൗതമിനും നേരത്തെ അറിയാമായിരുന്നു. എതിർക്കേണ്ടെന്ന് തീരുമാനിച്ചത് ഞങ്ങളാ. അത് അമ്മയ്ക്ക് മനസ്സിലാവാത്തൊരു പ്ലാനിങ്ങാ. എന്ത് പ്ലാനിങ്? ഇത്രയും കാലം ഏട്ടന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു വരുൺ. പക്ഷേ അവരുടെ ബന്ധം ഇപ്പൊ എങ്ങനെയാ? രണ്ട് ചേരിയിലല്ലേ? ഇനി ഒരു വിഷയം കൂടി ആയാൽ ശത്രുക്കളാവില്ലേ? അമ്മേ, വല്യച്ഛൻ വെച്ച് നീട്ടുന്ന കമ്പനിയുടെ നേതൃത്വം വരുൺ സ്വീകരിക്കില്ല. അതിനെ ചൊല്ലി അവര് തമ്മിൽ അടിപിടി ഉണ്ടാവും. നമ്മൾ അവരെ തമ്മിലടിപ്പിക്കും. അപ്പോ വല്യച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാള് വേണ്ടി വരും. അത് ഇവൻ ചെയ്യും, നിന്റെ മകൻ. പതുക്കെ പതുക്കെ ഏട്ടന്റെ മനസ്സിൽ വരുണിന്റെ സ്ഥാനത്ത് ഇവൻ എത്തിച്ചേരുകയും ചെയ്യും. അധികം വൈകാതെ ഇതുപോലൊരു കുടുംബയോഗത്തില് ഗൗതം എല്ലാത്തിന്റെയും ചുമതല വഹിക്കട്ടെ എന്ന് ഏട്ടൻ പറയുന്നത് നിനക്ക് കേൾക്കാം. കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഏട്ടന്റെയും വരുണിന്റെയും വഴക്ക് ഒരുപാടൊന്നും നീണ്ടുപോവില്ല. അവർക്കിടയിലുള്ള പ്രശ്നം തീർക്കാൻ അമ്മ മാത്രം മതി. അവര് പട്ടിണി കിടന്നോ കരഞ്ഞോ രണ്ടുപേരുടെയും പ്രശ്നം തീർക്കും. അവിടെയാണ് എനിക്കും നിനക്കും ഇവനും ഒക്കെ ജോലിയുള്ളത്. കഷ്ടപ്പെടണ ഉർവശി. മകൻ കണിമംഗലത്തിന്റെ അധികാരിയാവണമെങ്കിൽ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടേ മതിയാവൂ. അച്ഛനോട് സംസാരിക്കുമ്പോ ചെറിയച്ഛന്റെ നട്ടലിന് വിലക്കുറവുണ്ടെന്ന് പലതവണ തെളിയിച്ചിട്ടുണ്ട്. അല്ല, നിനക്കിതെന്തു പറ്റി? അത് കൽപ്പന. മതി. നിങ്ങളെയൊക്കെ വിശ്വസിച്ചത് എന്റെ തെറ്റ്. ഞാൻ കരുതിയതും നിങ്ങളൊക്കെ എന്റെ ആവശ്യത്തിന് കൂടെ നിൽക്കുമെന്നാ. അങ്ങനെയായിരുന്നല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞത്. കൽപ്പന ഞങ്ങളെ തെറ്റിദ്ധരിക്കണ്ട. ഓ ചെറിയച്ച, എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു തോന്നലുണ്ട് തന്ത്രങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ പറ്റൂന്ന്. അത് തെറ്റാണെന്ന് ചെറിയച്ഛന് ഞാൻ തെളിയിച്ചുതരാം. കണിമംഗലത്തെ കൽപ്പന ഒരു പദവി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ പദവിയിലേക്ക് ഞാൻ എത്തിയിരിക്കും. അതിപ്പോ ചെറിയച്ഛനെയും കുടുംബത്തിനെയും എതിർക്കേണ്ടി വന്നാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ? എന്റെ ജീവിതം പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാതെ ഞാനിവിടെ ഹോമിച്ചതാ. അതുപോലെ നിങ്ങൾ ആരും ചെയ്തിട്ടില്ല. എന്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതം എനിക്ക് തിരിച്ചെടുത്തേ പറ്റൂ. കൽപ്പന അത് ചെയ്തിരിക്കും. അമ്പലത്തിൽ ഇന്ന് നടന്ന കാര്യങ്ങള് ദൈവത്തിന്റെ ഇടപെടലുകളാണെന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ടാകും. കുറച്ചാളുകളൊക്കെ അത് വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ ആ നേരത്ത് പ്രകൃതിയിൽ ഉണ്ടായ മാറ്റമാണ് അതിന് കാരണമെന്ന് ബുദ്ധിയുള്ളവർക്കറിയാം.
വിവാഹം കഴിക്കാത്തൊരു പെണ്ണ് കഴുത്തിൽ ഒരു താലിയുമായിട്ട് നടന്നോട്ടെന്നാണോ? അമ്മേ, അത് മാറ്റാൻ ശ്രമിച്ചപ്പോ എന്താ ഉണ്ടായതെന്ന് നമ്മൾ കണ്ടതല്ലേ? അതുകൊണ്ട് അത് അവളുടെ കഴുത്തിൽ കിടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് മറ്റാരേക്കാളും നിനക്കറിയാം. നേരിട്ട് കാണുമ്പോ ആളുകളൊന്നും പറയില്ല. ഇന്ന് ശ്രീകൃഷ്ണപുരത്ത് എല്ലാ വീട്ടിലും ഇതായിരിക്കും ചർച്ച. ആ ചർച്ചയൊക്കെ നല്ല രീതിയിലായിരിക്കുമോ? ഇവള് വഴിവിട്ട് നടക്കുന്നു എന്നല്ലേ ആളുകൾ പറയുക? അമ്മേ, കുഞ്ഞുനാള് മുതലേ ദൈവത്തിന്റെ അരുളപ്പാടെന്താണോ അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഭഗവാന്റെ നടയിൽ നടന്നൊരു സംഭവത്തിന് അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പൊ പിന്നെ ഇവളുടെ ജീവിതം ഇങ്ങനെ അവസാനിച്ചോട്ടെ എന്നാണോ? നാളെ ഇവളെ വിവാഹം കഴിച്ചയക്കണമെന്ന് നീ ചിന്തിക്കില്ലേ? അപ്പൊ വീണ്ടും ഇതേ കാര്യങ്ങൾ ഇവള് പറഞ്ഞാല് നിന്റെ മനസ്സ് വേദനിക്കില്ലേ? സംഭവിച്ചതൊക്കെ മാറ്റിവെച്ച് ഇവളുടെ ഈ കഴുത്തിൽ നിന്ന് താലി ഊരി മാറ്റിയേ പറ്റൂ. അങ്ങനൊരു പരീക്ഷണത്തിന് ഇനി തയ്യാറാവണോ? എനിക്ക് പേടിയില്ല. ഞാൻ ഇപ്പൊ ഇവളുടെ കഴുത്തിൽ നിന്ന് താലി ഊരി വാങ്ങിക്കാം. ക്ഷേത്രത്തിൽ നടന്ന ഒന്നും ഇവിടെ നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് വേണ്ട അമ്മേ, അങ്ങനെ ഒരു പരീക്ഷണത്തിനൊന്നും ഞാനില്ല. അപ്പൊ നിന്റെ യശോദയുടെയും തീരുമാനം അതാണ്. എന്താ നിന്റെ തീരുമാനം? തല കുനിച്ച് നിൽക്കണ്ട, മറുപടി പറ. ഞാനിത് അഴിച്ചു മാറ്റില്ല. എന്നാ എന്റെ തീരുമാനം കേട്ടോളൂ. ഈ നാണക്കേട് അവസാനിപ്പിക്കാതെ ഈ താലി ഇവളുടെ കഴുത്തിൽ നിന്നും മാറ്റുന്നത് വരെ ഞാൻ നിരാഹാരവ്രതത്തിലായിരിക്കും. ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നത്? മകളുടെ കഴുത്തിലെ താലി സൂക്ഷിക്കണോ അമ്മയുടെ ജീവൻ രക്ഷിക്കണോ? നീ തീരുമാനിക്കും. അച്ഛാ, എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛന് മനസ്സിലാവുന്നില്ല മോളെ. ക്ഷേത്രമുറ്റത്ത് സംഭവിച്ച കാര്യങ്ങള് പ്രകൃതിയുടെ വെറും ചലനങ്ങളായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാ മുത്തശ്ശി പറയുന്നതിൽ വസ്തുതയും തള്ളിക്കളയാൻ പറ്റുന്നില്ല. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാം, അല്ലേ യശോദേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.